എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാസ്റ്റർ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഇന്ന് നമ്മൾ ചെറിയൊരു വളം ഉണ്ടാക്കാൻ ഓർത്താണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനതവിടെ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് നല്ല എഫക്റ്റാണ്, നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമ്മുടെ എല്ലാ പ്ലാന്റുകൾക്കും കൊടുക്കുക. അത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങളോട് ഇട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇത് മിസ്സാക്കരുത്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 100% റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ റോസ്, അഡീനിയം, ഓർക്കിഡ് എല്ലാ പ്ലാന്റിനും കൊടുക്കാം. ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും ഒക്കെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരും. ഞാനിവിടെ നമ്മുടെ മഴ പെയ്തിട്ട് എല്ലാവർക്കും അറിയാം, റോസൊക്കെ വല്ലാണ്ട് മുരടിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു വളം കൊടുക്കാൻ തുടങ്ങിയപ്പം നല്ല രീതിയിൽ തളിരൊക്കെ വന്ന് ചെറുതായിട്ടൊരു അനക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്കും കൊണ്ടൊന്ന് എത്തിക്കാം എന്നുള്ള ഓർത്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ശരിക്കും നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. അതായത് NPK വളം. അത് രാസവളം കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക്, ഇത് നമ്മുടെ പൂക്കളൊക്കെ കണ്ടോ, രാസവളം കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു ജൈവ NPK ആണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അതിനിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷറിംഗ് പാത്രം ഇതാണ്. ഈ ഒരു പാത്രത്തിനാണ് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫ്ലവർ, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട്. എല്ലാ കണ്ടന്റും ഒത്തൊരുമിച്ച് നമ്മുടെ ഒരു വളത്തിൽ കിട്ടും. അതിന് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഇത് എല്ലുപൊടി, ഇത് തേങ്ങാ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. പിന്നെ ഈ ഒരു സാധനം മാത്രം നിങ്ങളിൽ പലർക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പച്ചച്ചാണകമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച, വേലിപ്പത്തൽ എന്നൊക്കെ പറയുകയില്ലേ, ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആ ഒരു അതും കൂടെ ഈ ചാണകത്തിന് പകരം ആഡ് ചെയ്താൽ മതി. ആ ചാണകത്തിൻ്റെ എഫക്റ്റ് തന്നെ അതിന് കിട്ടും. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ മറന്നുപോയി. അത് ഇവിടെ വീട്ടിലുണ്ടായിരിക്കും എന്നോർത്താണ് ഞാൻ അത് വാങ്ങാതിരുന്നത്. നിങ്ങൾ മറക്കാതെ അത് ചേർക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം വളം കൂട്ടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണെങ്കിലും നമുക്കിത് ചെയ്യാം. ഒരു 15 ദിവസം അതിൽ ഇതിന് ഇരിക്കണമല്ലോ. ഏതായാലും വൈകുന്നേരം തന്നെ മേടിച്ച് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഒരു 200 ഗ്രാം ശർക്കര. അത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് യോജിക്കാനായിട്ട് സഹായിക്കും. അതാണ് മെയിനായിട്ട്. പിന്നെ ബാഡ് സ്മെല്ല് ഒരു പരിധി വരെ കുറയ്ക്കും. ശർക്കര കൂടിപ്പോരുത്, അത് ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യും. ഈ എല്ലാ 1/2 കിലോ വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശർക്കര 200 ഗ്രാം മതി. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ അതിനകത്ത് ഒരു 10 ലിറ്ററിന്റെ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിച്ച് ഇവിടെ വെക്കാൻ പറ്റില്ല, അറിയാലോ. എടുത്ത് പൊക്കി കഴിയുമ്പോഴത്തേന് നമ്മുടെ നടുവിൻ്റെ കണ്ണി പോകും. അത് കാരണം ഒരു വെള്ളം ഇല്ലാതെ ഞാനൊരു 10 ലിറ്റർ ബക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് നിങ്ങളെ കാണിക്കാൻ വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ടാണ് കേട്ടോ. ഇത് നല്ല എഫക്റ്റ് ഉള്ളൊരു ഫെർട്ടിലൈസറാണ്. ഇത് നമ്മുടെ തേങ്ങാ പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്കിട്ടു, തേങ്ങാ പിണ്ണാക്കിട്ടു. ഇനി എല്ലുപൊടി, ഇനി കടലപ്പിണ്ണാക്ക്, ലാസ്റ്റ് നമ്മുടെ പച്ചച്ചാണകം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പച്ചച്ചാണകം ഇല്ലാത്തവർ നമ്മുടെ പത്തലിൻ്റെ ഇല, ശീമക്കൊന്നയുടെ ഇല ഇതിനകത്ത് ചേർത്താൽ മതി. ഒരു 5-6 പിടി ഇല അടത്തിയിട്ടിരുന്നു കേട്ടോ. തണ്ടോട് കൂടി ഇടരുത്, ഇല മാത്രമാക്കിയിട്ട് ഒരു 5-6 പിടി ഇട്ട് കൊടുക്കുക. പച്ചച്ചാണകത്തിൻ്റെ എഫക്റ്റ് അവിടെ കിട്ടും. പിന്നെ പച്ചച്ചാണകം ഇല്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇനി ഇത്രയും ഇട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 200 ഗ്രാം ശർക്കരയും കൂടി ഇതിനകത്ത് ചേർക്കണം. എന്നിട്ട് ഒരു നെകക വെള്ളം ഒഴിക്കരുത്, 1/4 ഭാഗം വെള്ളം ഒഴിക്കുക. 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഒരേ സൈഡിലേക്ക് ഇളക്കാവുള്ളൂ, ക്ലോക്ക് വേസ് ഡയറക്ഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കരുത്. എങ്ങോട്ടാണ് ഇങ്ങനെയാണ് ഇളക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഇളക്കുക. തിരിച്ചാണ് നിങ്ങൾ ഇളക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ, ഏത് ഡയറക്ഷനിലാണോ നിങ്ങൾ ഇളക്കുന്നത് ആ രീതിയിൽ ഇളക്കാവുള്ളൂ. തിരിച്ചും മറിച്ചും ഇളക്കരുത്. 15 ദിവസം തണലത്തിരിക്കണം. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് 15 ദിവസത്തിന് ശേഷം നമ്മൾ ഈ സാധനം എടുത്ത് അരിച്ച് നമ്മുടെ പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റ് ഒഴിക്കരുത്. 1 ലിറ്റർ ഫെർട്ടിലൈസറും 5 ലിറ്റർ വെള്ളവും ആ റേഷ്യോയിൽ വേണം നിങ്ങൾ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പ്ലാന്റ് പോകും. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അതിൻ്റെ കളർ കൊണ്ടോ 15 ദിവസം ആവണം. അതിന് മുമ്പ് എടുക്കരുത് നിങ്ങൾ.
ഈ ഒരു കളറിൽ ഈ സാധനം കിട്ടും. ഇത് ഭയങ്കര ഔഷധ ഗുണം, നല്ലൊരു വളമാണ്. ഔഷധ ഗുണമല്ല, സോറി, നല്ലൊരു വളമാണിത്. ഔഷധ ഗുണമെന്ന് പറയാൻ കേട്ടോ, വേപ്പിൻ പിണ്ണാക്കുള്ളത് കൊണ്ട് കീടങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ചെടികളിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇത് നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മളെ അറിയിക്കണം. അതാരും മറന്നു പോരുത്. പിന്നെ ഒരു 2 സാധനം നമുക്ക് സെയിലുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ തരാം. നോക്കിക്കോ എന്താണെന്ന്. ഞാൻ താഴോട്ട് വെക്കാം. ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഒൻസീഡിയം ഓർക്കിഡാണ്, ഡാൻസിങ് ലേഡി. ഇത്രയും ബുഷി പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്ന 500 രൂപയാണ്. ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. രണ്ടിലും ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം. ഈ ഫോട്ടോയോട് കൂടിയായിരിക്കും അയക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിങ്ങളെ അത് കാണിക്കണ്ടേ, ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം ഒരു 3/4 ബക്കറ്റിന് മുകളിൽ ഞാൻ ഈ ഫെർട്ടിലൈസറിനകത്തേക്ക് വെള്ളം ഒഴിച്ചു. ഇനി നമ്മളൊരു കമ്പ് കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാവരെയും കൂടെ. ശർക്കരയുടെ കാര്യം മറന്നു പോരുത് കേട്ടോ. ഞാനത് ഇടാത്ത കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഞാനത് ഏതായാലും ചേർത്ത് കൊടുക്കും. ഇന്ന് വൈകിട്ടല്ലേ നാളെ ഞാനത് ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക്, ഫ്ലവർ ഉണ്ടാകാൻ, ഇനി കായ്കളൊക്കെ ഉണ്ടാകുന്ന ഇത് പച്ചമുളക് പച്ചക്കറികളൊക്കെയാണ്, അതിന് കായ് ഫലങ്ങൾ കിട്ടാൻ ഒക്കെ നല്ല സൂപ്പർ ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഉണ്ടാക്കുക. ഞാനിവിടെ ഇത്രയും വലിയ എനിക്ക് ചെടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഒരു കാര്യം ഓർത്തോളുക, നമ്മളിതിൻ്റെ തെളി ഊറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്ത് കിടക്കുന്ന മട്ടിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എടുത്ത് പിന്നെ നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയൊക്കെയുള്ളതാണെന്ന്. ഞാനിനി 1-2 ഓർക്കിഡിൻ്റെ റിസൾട്ട് കാണിക്കാം ഞാനിത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു ഇളക്കിയിട്ട് ഇനി നമ്മൾ തണലത്തേക്ക് അടച്ച് മാറ്റി വെക്കുക. ഇത് കൊണ്ടോ ബഡ് വരുന്നത്. ഞാൻ ഈ ഫെർട്ടിലൈസർ കൊടുത്തിട്ടാണ് നമുക്കിവിടെ ബഡ് വരുന്നത് കേട്ടോ. ഇനി ഓർഗാനിക്കാണ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, കെമിക്കൽ വേണ്ട എന്നുള്ളവർ, അവർ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. റിസൾട്ട് എന്തായാലും ഉണ്ടാകും. നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ട് എന്നോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ആ കാര്യം ആരും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമായോ? ആയത് ഞാനങ്ങ് വിശ്വസിക്കുക കേട്ടോ. നിങ്ങളൊന്നും പറയുന്നില്ല, ഞാനങ്ങ് വിശ്വസിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന്. അപ്പോൾ അങ്ങനെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക. എന്ന് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ബലം. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും പറയാറുണ്ട്. അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.